ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഇറാനിലെ കോം പ്രവിശ്യയിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം. ഇറാൻ നാവികസേനയുടെ തന്ത്രപ്രധാന മേഖല ആക്രമിച്ചു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്? ഈ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് തന്നെയാണോ? തീർച്ചയായും ശ്രുതി, ഇപ്പോഴും ഇറാനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് ഇറാനിലെ കോം പ്രവിശ്യയിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത്. ഇതൊരു ജനവാസ മേഖലയാണ്. ഈ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് ഇറാൻ നാവികസേനയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്തി ഇപ്പോഴും ആക്രമണം തുടരുന്നു എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്ന മേഖലയാണ്. ഒപ്പം തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉൾപ്പെടെ വിതർന്ന മൈനുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖല ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ആക്രമണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. അതേസമയം അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. US സേന തമ്പടിച്ചിരിക്കുന്ന താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശവും ഇറാൻ സേന നൽകിയിരിക്കുകയാണ്. എനർജി മേഖലയിലേക്കുള്ള ആക്രമണം 10 ദിവസം കൂടി നിർത്തിവെക്കും എന്ന് ഇന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതേസമയം കരയുദ്ധത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. രഞ്ജിത്ത്, ഈ ട്രംപിന്റെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്നത് അവിടെ നിൽക്കുമ്പോഴും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അപ്പം പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഒരു ശമനം അല്ലെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? തീർച്ചയായും ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചത്. അതേസമയം അതിനോടുള്ള ഇറാന്റെ പ്രതികരണം എന്ന നിലയിൽ പുറത്തു വന്നത് ചർച്ചകളല്ല നടക്കുന്നത്, പകരം ആശയവിനിമയങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ അമേരിക്ക കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ വഴി അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന് അമേരിക്കയുടെ മറുപടി കാത്തിരിക്കുന്നു എന്നാണ് ഇറാന്റെ അവസാനമായി പുറത്തു വന്ന ഔദ്യോഗിക പ്രഖ്യാപനം. എന്തായാലും ഇക്കാര്യത്തിൽ ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതികരണം വന്നത്. ചർച്ചകളല്ല നടക്കുന്നത്, പക്ഷേ ആശയവിനിമയം നടക്കുന്നു. അതായത് ചർച്ചകൾ എന്നതിന് പകരം ആശയവിനിമയം നടക്കുന്നു എന്ന കാര്യം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഒപ്പം തന്നെ തുർക്കിയും ഈജിപ്തും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ചർച്ച അധികം വൈകാതെ തന്നെ ഇസ്ലാമാബാദിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷെ അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നത് ഈ ചർച്ചകൾ വേണം എന്ന് ആവശ്യപ്പെടുന്നത് ഇറാനാണ് എന്നാണ്. എല്ലാ വാർത്താ സമ്മേളനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമെല്ലാം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്. ഇറാൻ വെടിനിർത്തലിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു, അവർ ചർച്ചയ്ക്ക് വേണ്ടി കേഴുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് എല്ലാ തവണയും ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഈ ഘട്ടം വരെയും ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുമായി ചർച്ച നടക്കുന്നുവെന്നോ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ആശയവിനിമയം നടക്കുന്നു എന്ന കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഓക്കെ, വ്യക്തമാണ്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാനെതിരെയുള്ള ആക്രമണം അത് കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇറാനിലെ കോം പ്രവിശ്യയിൽ ഉണ്ടായ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്.